ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു പുതിയ വീഡിയോ എടുക്കാമേ. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. നിങ്ങൾ ചെയ്ത എല്ലാ സപ്പോർട്ടിനും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ടാരോട്ട് റീഡിംഗ് കോഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും നെഗറ്റീവ് എനർജീസ്, എന്തെങ്കിലും പ്രശ്നങ്ങൾക്ക് പരിഹാരം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻസ്, പരിഹാരങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, പേഴ്സണൽ റീഡിംഗ് അല്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആവുന്നവര് മാത്രം എടുക്കുക, അല്ലാത്തവര് വിട്ടേക്കുക കേട്ടോ. ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. ഇന്നത്തെ ടോപ്പിക്ക് നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ, അനുഗ്രഹിക്കപ്പെട്ട ആ ദിനങ്ങൾ, അതൊക്കെ തിരികെ വരാൻ പോകുന്നു. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട വളരെ സന്തോഷം നിറഞ്ഞ ആ ഒരു ദിനങ്ങൾ നിങ്ങൾ വിചാരിച്ചു ഇനി അതൊരിക്കലും തിരികെ വരില്ല എന്ന് വിചാരിച്ചിരിക്കുകയാണെങ്കിൽ അത് തിരികെ വരാൻ പോകുന്നു. നിങ്ങളുടെ ആ അനുഗ്രഹിക്കപ്പെട്ട ദിനങ്ങൾ തിരികെ വരാൻ പോകുകയാണ്. അപ്പൊ നമുക്കത് നോക്കാം. എന്തൊക്കെയാണ് വരുന്നത്, എപ്പോഴാണ് വരുന്നത്, എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ നോക്കാം. കാർഡ് ഷഫിൾ ചെയ്തിട്ടേക്കാട്ടോ. നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ അനുഗ്രഹിക്കപ്പെട്ട ദിനങ്ങൾ തിരികെ വരുന്നു. പേജ് ഓഫ് സോർട്സ്, ലവേഴ്സ്, ടു ഓഫ് സോർട്സ്, ടെൻ ഓഫ് വാണ്ട്സ്, കിങ് ഓഫ് പെന്റിക്കിൾസ്, ടു ഓഫ് പെന്റിക്കിൾസ്, ക്യൂൻ ഓഫ് സോർട്സ്, ടെൻ ഓഫ് സോർട്സ്, Eight of Cups, Five of Cups. നമുക്കിതൊന്ന് ഓർഡർ ചെയ്ത് വെക്കാമേ. ഇതാണ് നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ ദിനങ്ങൾ അല്ലെ. നിങ്ങളുടെ നഷ്ടപ്പെട്ടതൊക്കെ ഓർത്ത് വിഷമിച്ചിരിക്കുകയാണ്. നഷ്ടപ്പെട്ടതൊക്കെ ഓർത്ത് വിഷമിച്ചിരിക്കുന്ന സിറ്റുവേഷൻ. നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്ന് നഷ്ടപ്പെട്ടു. നിങ്ങൾ ആകപ്പാടെ വളരെയധികം കൺഫ്യൂഷനിലാണ് അല്ലെ. അങ്ങനെയാണ് കാണിക്കുന്നത്. ഇതൊക്കെ നിങ്ങളുടെ നഷ്ടങ്ങളാണ്. കാർഡ് എടുത്തപ്പോൾ അതുപോലെ തന്നെ എല്ലാം കിട്ടിയിട്ടുണ്ട്. ഒരുപാട് നഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ തിരികെ വരാൻ പോവാണ് കേട്ടോ. എയ്റ്റ് ഓഫ് സോർട്സ് ഇട്ടിട്ടുണ്ട്, ടെമ്പറൻസ്, ഡെത്ത്, എയ്റ്റ് ഓഫ് വാണ്ട്. ബോട്ടം ഓഫ് ദ ഡെക്ക് ആണ്. അപ്പൊ ഇത്രയാണ് കാർഡുകൾ എടുത്തേക്കത്. ഇവിടെ നിങ്ങൾക്ക് ഈ കാർഡുകൾ കണ്ടാൽ അറിയാം അല്ലെ. നിങ്ങൾ നഷ്ടപ്പെട്ടതോർത്ത് വിഷമിച്ചിരിക്കുന്ന ഒരു ലേഡി അല്ലെങ്കിൽ ജെൻസിന്റെ എനർജി കാണിക്കുന്നുണ്ട്. കൂടുതലൊരു ലേഡിയുടെ എനർജിയാണ്. അവരുടെ ലൈഫിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ ഇതൊരു മരണത്തിന്റെ ഒരു സിറ്റുവേഷൻ. ഇവരൊരു പക്ഷെ ഒരു വിഡയാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ അവരുടെ ആ വ്യക്തി അവരെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാവാം. ഒരു പക്ഷെ ഡിവോഴ്സ് ആയിരിക്കാം, അല്ല മരണപ്പെട്ടിട്ടുണ്ടാവാം എന്നാണ് കാണിക്കുന്നത്. ഹസ്ബൻഡ് മരിച്ചിട്ടുണ്ടാവാം, ഹസ്ബൻഡ് ഡിവോഴ്സ് ആവാം, ഏത് രീതിയിൽ വേണമെങ്കിലും ആവാം. ഒരുപക്ഷെ തിരിച്ചു ആവാം. വൈഫ് നഷ്ടപ്പെട്ട് മരിച്ചിട്ടുണ്ടാവാം, അല്ല ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാവാം. ഏത് രീതിയിലൊരു നഷ്ടമാണ്. അതുപോലെ തന്നെ അവരുടെ എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട്. എല്ലാം ലൈഫിലെല്ലാം നഷ്ടപ്പെട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ലാത്തൊരു കൺഫ്യൂഷൻ. എന്ത് ചെയ്യണമെന്ന് അറിയില്ല.
എല്ലാം നഷ്ടപ്പെട്ട് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല, മൊത്തത്തിൽ പ്രോബ്ലംസിലാണ്, നിറയെ പ്രശ്നങ്ങളാണ്. ഇതേ രീതിയിലായിരിക്കും നിങ്ങളുടെ ലൈഫ് ഇതുവരെ ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ നിങ്ങളുടെ അനുഗ്രഹിക്കപ്പെട്ട ആ ഒരു ദിനങ്ങളൊക്കെ തിരികെ വരുമോ എന്നാണ് നിങ്ങൾക്ക് അറിയേണ്ടത് അല്ലെ. നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നതിന് മുൻപ് നിങ്ങളുടെ എനർജി കിങ് ഓഫ് പെന്റിക്കിൾസ് എന്നൊരു എനർജിയിലായിരുന്നിരിക്കാം. നിങ്ങൾ റിച്ച് ആയിരുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഒരുപാട് സമ്പത്ത്, സ്വത്ത് ഉണ്ടായിരുന്നിരിക്കും. നല്ല സന്തോഷകരമായ ഒരു ഫാമിലി ലൈഫ്, നല്ല ജോഡിയായിട്ട്, നല്ല സ്നേഹമുള്ള ഒരു ജോഡി. ഒന്നുകിൽ നിങ്ങളുടെ ഭാര്യ നല്ല സ്നേഹമയായിരുന്നിരിക്കാം, ഭർത്താവ് നല്ല സ്നേഹമുള്ള വ്യക്തിയായിരുന്നിരിക്കാം, നല്ല സാമ്പത്തികമായിരുന്നിരിക്കാം, നല്ല സന്തോഷകരമായ എല്ലാം തികഞ്ഞൊരു ഫാമിലി ലൈഫ്, സന്തോഷകരമായ ഒരു ഫാമിലി ലൈഫ്, വീടും എല്ലാം ഉണ്ടായിരുന്നു, കുട്ടികളൊക്കെ ആയിട്ട് നിങ്ങൾ ജീവിച്ചിരുന്ന ഒരു വ്യക്തി ആയിരുന്നിരിക്കാം. പക്ഷെ നിങ്ങളുടെ ലൈഫിലേക്ക് ഇതുപോലെയുള്ള ചില സിറ്റുവേഷൻസ് കടന്നു വന്നു. നിങ്ങളുടെ ലൈഫിൽ ഒരുപക്ഷെ നിങ്ങളുടെ വ്യക്തി നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോന്നോരോന്നായിട്ട് നഷ്ടപ്പെട്ടു. എല്ലാം പറയും നമുക്ക് ശനിദോഷം അല്ലെങ്കിൽ ശനിദോഷം ഒക്കെ വരുമ്പോൾ, കണ്ടകന് ഏഴര എല്ലാം കൂടി ഇങ്ങോട്ട് വരുമ്പോൾ ഓരോന്നോരോന്നായിട്ട് നഷ്ടപ്പെടും അല്ലെ. സാമ്പത്തികം കുറേശ്ശെ പൊക്കോണ്ടിരിക്കും. അപ്പൊ അങ്ങനെ പോയി എല്ലാം പോയി, അവസാനം എല്ലാം പോയി, എല്ലാം നഷ്ടപ്പെട്ടു, വ്യക്തിയും പോയി, എല്ലാം നഷ്ടപ്പെട്ടു, അവസാനം എല്ലാം നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥ. ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ വിഷമിച്ചിരിക്കുന്ന ആരോടൊക്കെയോ പറയുകയാണ്. ഈ 3 കപ്പുകളും മറിഞ്ഞു കിടക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട ആ വ്യക്തിയാകാം, നിങ്ങളുടെ സമ്പത്താവാം, വീടാവാം, കാറാവാം, അങ്ങനെ നിങ്ങളുടെ സ്വത്തും പണവും സ്വർണമോ എല്ലാം നഷ്ടപ്പെട്ടത് ഓർത്ത് ഇപ്പൊ ഏതെങ്കിലും ആവാം. ചിലവർക്ക് ഇപ്പൊ എല്ലാം നഷ്ടപ്പെടണമെന്നില്ല. ചിലത് ഒരുപക്ഷെ വ്യക്തിയാവാം, വീടാവാം, നിങ്ങളുടെ സ്വത്തുക്കളാവാം, ജോലിയാവാം. അങ്ങനെ നഷ്ടപ്പെട്ടതോർത്ത് വിഷമിച്ചിരിക്കുന്ന നിങ്ങളോട്, നീ വിഷമിച്ച് അങ്ങനെ നഷ്ടപ്പെട്ടതോർത്ത് വിഷമിച്ചിരിക്കേണ്ടതില്ല. എനിക്ക് ഇനിയും നല്ലൊരു ലൈഫ് ഉണ്ട്, എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ വരും, നിന്റെ ലൈഫിലേക്ക് തിരികെ വരുമെന്ന് ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ആ നഷ്ടപ്പെട്ടതൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരാൻ പോവുകയാണ്. ഇങ്ങനെ നഷ്ടങ്ങൾ, ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ട് ഇരിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അത് നിങ്ങളോടാണ് പറയുന്നത്. നിങ്ങളുടെ നഷ്ടപ്പെട്ടതെല്ലാം, ആ ഒരു പഴയ നിങ്ങളുടെ നഷ്ടപ്പെട്ട കാര്യങ്ങളല്ല, അതായത് നിങ്ങളുടെ കഴിഞ്ഞ ആ അനുഗ്രഹിക്കപ്പെട്ട ദിനങ്ങൾ, സന്തോഷത്തിൻ്റെതായിട്ടുള്ള ആ ഒരു ദിനങ്ങൾ തിരികെ വരാൻ പോവുകയാണെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നഷ്ടപ്പെട്ടത് ഈ ഒരു അവസ്ഥയിലൊക്കെ ഇരിക്കുന്നവരായിരുന്നിരിക്കാം. എല്ലാം നഷ്ടപ്പെട്ട് ചുറ്റിനും വേലി കെട്ടി, കണ്ണും കെട്ടിയിട്ടൊരവസ്ഥയിൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ. അതൊരു ഒരുപക്ഷെ ഒരു മുറിക്കുള്ളിൽ കെട്ടിയിട്ടിരിക്കുന്ന ഒരു വ്യക്തി, ഒരു മുറിക്കുള്ളിൽ എങ്ങോട്ടും പോകാൻ പറ്റാത്ത രീതിയിൽ അടഞ്ഞിരിക്കുന്ന, അല്ല വീടിനുള്ളിൽ തന്നെ പുറത്ത് കടം കയറി പുറത്തിറങ്ങാൻ വയ്യാതിരിക്കുന്ന വ്യക്തി, അല്ലെങ്കിൽ ഒരുപക്ഷെ ജയിലിലായിരിക്കുന്ന ഏതോ വ്യക്തി, എന്തെങ്കിലും ആരെങ്കിലും കള്ളക്കേസിൽ കുടുക്കി ജയിലിലാക്കിയിട്ടുണ്ടാവും. ഒരുപക്ഷെ നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടുണ്ടാവില്ല, ജയിലിലായിരിക്കാം, പോലീസ് സ്റ്റേഷനിലായിരിക്കാം അല്ലെ. അപ്പൊ അങ്ങനത്തേക്ക് ഒരു അവസ്ഥ. ഒരുപക്ഷെ എന്തെങ്കിലും അസുഖം നിങ്ങൾ ഹോസ്പിറ്റലിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ബെഡിലായിരിക്കാം, തളർന്ന് കിടക്കുന്നതായിരിക്കും, ഒന്നും പറയാനൊക്കത്തില്ല, എന്തൊക്കെയോ ഒന്നും വയ്യാത്തൊരവസ്ഥയിൽ ഇരിക്കുന്ന വ്യക്തികളുടെയൊക്കെ എനർജി. ഇതുവരെ നിങ്ങളുടെ ലൈഫ് അങ്ങനെയൊക്കെ ആയിരുന്നിരിക്കാം. ഒരുപാട് സങ്കടവും വിഷമങ്ങളും വേദനകളും ഒക്കെ നിറഞ്ഞൊരവസ്ഥയിലാണ്. അങ്ങനെ ആയിരുന്നെങ്കിൽ നിങ്ങളോട് പറയുന്നുണ്ട്, നിങ്ങൾക്കൊരു റീബർത്ത് വരാൻ പോവാണ്. നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷൻസ് ഒക്കെ അവസാനിക്കുകയാണ്, അവിടെ ഡെത്ത് ആവുകയാണ്. അതായത് നിങ്ങളുടെ മോശമായിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻസ് ഒക്കെ ഡെത്ത് ആവുകയാണ്, അതൊക്കെ മരിക്കുകയാണ്, അതായത് അതൊക്കെ ഇല്ലാതാവുകയാണ്. അവിടെ നിങ്ങൾക്കൊരു പുതിയ തുടക്കം, സൺ വന്നിട്ടുണ്ട്, ഡെത്ത് കാർഡിൽ സൺ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു റീബർത്ത്, പുതിയ ഒരു ജന്മം, പുതിയ തുടക്കം. അതായത് നിങ്ങളുടെ പഴയ ജന്മം പാടെ അവസാനിച്ചു, അതൊരു പുതിയ ജന്മമായി വരാൻ പോകുന്നു. അതായത് നിങ്ങളുടെ ഒരു ലൈഫ് അടുത്തത്, നിങ്ങളുടെ ലൈഫിലേക്ക് ഇരുള് മാറി വെളിച്ചം വരാൻ പോവാണ്. നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ ഉണ്ടായിരുന്ന ഇരുട്ട് അവസാനിക്കുകയാണ്. നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ വെളിച്ചം വരികയാണ്. സൂര്യൻ ഉദിക്കാൻ പോവാണ് നിങ്ങളുടെ ലൈഫിലേക്ക്. പലരുടെ ലൈഫിൽ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞു അല്ലെ. സൂര്യൻ ഉദിച്ച് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. സൂര്യൻ നിങ്ങളുടെ ഉച്ച സ്ഥായിയിൽ എത്തുമ്പോഴത്തേക്കിന് എന്താണ്, നിങ്ങൾ ഭയങ്കര റിച്ചായി മാറും. വീണ്ടും പഴയതെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് മിറാക്കിൾസ്, അത്ഭുതങ്ങളൊക്കെ ദൈവം നിങ്ങളുടെ മുന്നിൽ അനുഗ്രഹങ്ങളൊക്കെ ചൊരിയും. അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വരികയാണ്. നിങ്ങളുടെ മോശമായ സമയങ്ങളൊക്കെ ഉണ്ടാകുന്നു. ന്യൂ ബിഗിനിങ് ആണ്, പുതിയ ചേഞ്ചസ്, ട്രാൻസ്ഫർമേഷൻ ഒക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോവാണ്. നിങ്ങളുടെ ലൈഫിലെ ഒരു സൈക്കിൾ ഉണ്ടായി, പുതിയൊരു സൈക്കിൾ ഓപ്പൺ ചെയ്തു. അതായത് റീബർത്ത്,
ചേഞ്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ്. പലരുടെ ലൈഫിലേക്ക് പുതിയ തുടക്കങ്ങൾ പുതിയ തുടക്കങ്ങൾ വരികയാണെന്നാണ് പറയുന്നത്. അങ്ങനെ നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ ആ അനുഗ്രഹിക്കപ്പെട്ട ദിനങ്ങളെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരുവാണ്. നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷനും വേണ്ട. ചിലർക്കൊക്കെ കൺഫ്യൂഷൻ അതൊക്കെ തിരികെ വരുമെന്ന്. ഒരു കൺഫ്യൂഷനും വേണ്ട, എല്ലാം തിരികെ വരും. നിങ്ങളുടെ ലൈഫ് ഒരു ബാലൻസിൽ കൊണ്ടുപോകാൻ പറയുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിലേക്ക് സന്തോഷം വരാൻ പോവാണ്. ക്ഷമയോടെ കാത്തിരിക്കൂ എന്നാണ് ഇവിടെ പറയുന്നത്. ക്ഷമയോടെ കാത്തിരിക്കൂ. ഒരു ബാലൻസിൽ ഇങ്ങനെ ലൈഫ് കൊണ്ടുപോകുക, ഒരു ബാലൻസിൽ പോവുക. ഏഞ്ചൽ മെസ്സേജ് ആണ്. നിങ്ങൾക്ക് സന്തോഷം വരാൻ പോവാണ്. ഇവിടെയുള്ള ഏഞ്ചലിന്റെ മെസ്സേജസ് ഒക്കെ കാണുന്നുണ്ട് കേട്ടോ. ഗുഡ്, നല്ല നല്ല മെസ്സേജസ്. വളരെ സ്പീഡിൽ നിങ്ങളുടെ ലൈഫിലേക്ക് ചില ആക്ഷൻ എടുക്കുക. നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ ആക്ഷൻ എടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കാൻ പറയും. വളരെ സ്പീഡിൽ തന്നെ ആക്ഷൻ എടുക്കാൻ പറയുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ എന്തൊക്കെയോ ചേഞ്ചസ്, നിങ്ങൾക്ക് പെട്ടെന്ന് ചില സഡൻ ചേഞ്ചസ് ഒക്കെ വരാൻ പോകുന്നു. നിങ്ങളോട് സഡൻ ആയിട്ട് എന്തെങ്കിലും കാര്യത്തിന് ആക്ഷൻ എടുക്കണമെങ്കിൽ ആക്ഷൻ എടുക്കാൻ പറയുന്നു. സഡൻ ആക്ഷൻ എടുക്കാൻ പറയുന്നുണ്ട്. മാനിഫെസ്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം മാനിഫെസ്റ്റ് ചെയ്യുക, വേഗം വരും, വളരെ പെട്ടെന്ന് വരുമെന്നാണ് പറയുന്നത്. നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾക്ക് ചില റിസൾട്ട് ഒക്കെ വരാൻ പോകുന്നു. ചില കാര്യങ്ങളിൽ നിങ്ങൾ എന്തെങ്കിലും മെസ്സേജ് കാത്തിരിക്കുന്നുണ്ടെങ്കിൽ വരാൻ പോകുന്നു. എന്തെങ്കിലും ജോലിക്കാര്യത്തിനോ വിദേശയാത്രയ്ക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് നിങ്ങൾ എന്തെങ്കിലും മെസ്സേജോ ഫോൺ കോളോ അല്ലെങ്കിൽ ലെറ്റർ എന്തെങ്കിലുമൊക്കെ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ പെട്ടെന്ന് തന്നെ ലഭിക്കാൻ പോകുന്നു. നിങ്ങൾ എയർ ട്രാവൽ ചെയ്യാൻ പോകുന്നു. നിങ്ങൾ വിദേശത്ത് പോകാനായിരിക്കാം, വിദേശത്ത് ജോലിക്കായിരിക്കാം, ഫാമിലിയുടെ അടുത്തേക്കായിരിക്കാം, ഹസ്ബൻഡിന്റെ അടുത്തേക്കായിരിക്കും. എന്തിനായാലും നിങ്ങൾ എയർ ട്രാവൽ ചെയ്യാൻ പോകുന്നു. വിമാനത്തിൽ കയറാൻ പോകുന്നു. നിങ്ങൾ യാത്ര ചെയ്യാൻ പോകുന്നു. വിമാനയാത്ര ചെയ്യാൻ പോകുന്നതാണ് കാണിക്കുന്നത്. നിങ്ങൾ ചില കാര്യത്തിൽ പെട്ടെന്ന് തന്നെ ഡിസിഷൻ എടുക്കാൻ പറയുന്നുണ്ട്. എന്തെങ്കിലും കാര്യങ്ങൾക്ക് വളരെ പെട്ടെന്ന് നിങ്ങൾ ഡിസിഷൻ എടുക്കണം, തീരുമാനം എടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ. അപ്പോൾ നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ദിനങ്ങൾ വളരെ ക്വിക്ലി, വളരെ വേഗത്തിൽ വരാൻ പോകുന്നു. വളരെ ഫാസ്റ്റ് ആയിട്ട് എന്തൊക്കെയോ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു. അത് നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ ജോഡിയായിരിക്കും, നിങ്ങളുടെ ലവറാവാം. ഒരുപക്ഷെ നിങ്ങളുടെ പ്രിയപ്പെട്ട വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ നിങ്ങൾ ഉപേക്ഷിച്ച് പോയെങ്കിൽ നിങ്ങൾക്ക് ഒരു ന്യൂ ലവ് വരുന്നു, അല്ലെങ്കിൽ പുതിയൊരു മാരേജ് വരുന്നുണ്ട്. നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ആയ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ള ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ആ ഒരു വ്യക്തി ഒരുപക്ഷെ പലരുടെ ലൈഫിൽ വന്നിട്ടുണ്ടാവാം, ചിലരുടെ ലൈഫിലേക്ക് അങ്ങനെ വരുന്നുണ്ട്. അത് ആ രീതിയിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ ലവ് തിരികെ വരുന്നുണ്ട്. അതോടൊപ്പം വീണ്ടും നിങ്ങളൊരു കിങ് ഓഫ് പെന്റക്കിൾസ് എനർജിയിലേക്ക്, അതായത് നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ ആ ഒരു അവസ്ഥ, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങളൊരു കിങ് എനർജി അല്ലെങ്കിൽ സാമ്പത്തികമുള്ളൊരു റിച്ച് എനർജി, നല്ല രീതിയിൽ സാമ്പത്തികവും കാറും ബസ്സും ഒരുപാട് സ്വർണവും അങ്ങനെയൊക്കെ അല്ലെങ്കിൽ നല്ല ഉയർന്ന ജോലി, നല്ല ബിസിനസ് ഒക്കെ ആയിരുന്ന ആ വ്യക്തി ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഇതൊക്കെ തിരികെ ലഭിക്കാൻ പോകുന്നു. എന്ത് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരുപാട് ഈ ഒരു സിറ്റുവേഷനിലൂടെ നിങ്ങൾക്ക് കടന്നു പോയിട്ടുണ്ടെങ്കിൽ, ഈ ഒരു സിറ്റുവേഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇനി വീണ്ടും നിങ്ങളിലേക്ക് വരുന്നത് ഇതിനേക്കാൾ വലിയൊരു സിറ്റുവേഷനിലേക്കാണ്. കിങ് എന്നുള്ളത് എംപറർ എനർജിയിലേക്ക് വരും. ഇങ്ങനേക്കാൾ മുകളിലുള്ള ഒരവസ്ഥയിലേക്ക് തന്നെയാണ്, അബണ്ടൻസിലേക്കായിരിക്കും നിങ്ങൾ വരാൻ പോകുന്നത്. പക്ഷെ പെട്ടെന്ന് ഒറ്റ ചാട്ടത്തിനല്ല വരുന്നത്, പതുക്കെ പതുക്കെ ആയിരിക്കും വരുന്നത് കേട്ടോ. പതുക്കെ നിങ്ങൾ ആ ഒരു എനർജിയിലേക്ക് വരും. നിങ്ങളുടെ മൈൻഡ് അതേ രീതിയിലാക്കി വെക്കണം. അടുത്ത് നിങ്ങൾക്ക് വലിയ സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കണം. അതായത് നഷ്ടപ്പെട്ടതോ അതിന്റെ 100 ഇരട്ടിയായിട്ട് ഞാൻ തിരികെ പിടിക്കും, 100 ഇരട്ടിയായിട്ട് അതൊക്കെ എന്റെ ലൈഫിലേക്ക് വരും, യൂണിവേഴ്സ് അതൊക്കെ കൊണ്ടുവരും എന്നൊക്കെ നിങ്ങളുടെ മനസ്സിൽ അങ്ങനെയുള്ള ചിന്തകളും ആഗ്രഹങ്ങളും ഉണ്ടായിരിക്കണം. അല്ലാതെ നഷ്ടപ്പെട്ടതൊക്കെ പോയി, ഞാനതൊക്കെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് ഉണ്ടാക്കി, ഇനി എനിക്ക് അതൊന്നും ഉണ്ടാക്കാൻ വയ്യ, എനിക്ക് ഏജ് ഇത്രയായി, എനിക്ക് 50 60 ഇനി ഞാനിതൊക്കെ എവിടെ നിന്ന് ഉണ്ടാക്കാൻ, എങ്ങനെ എന്റെ ലൈഫിലേക്ക് വരാനാ, ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നാലൊന്നും വരില്ല. ഏജ് ഒരു പ്രശ്നമേ അല്ല. നിങ്ങൾ സ്ട്രോങ് ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ഹാർഡ് വർക്ക് ചെയ്യുക, മാനിഫെസ്റ്റ് ചെയ്യുക, എല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് വരും. ഏത് പ്രായത്തിൽ വേണമെങ്കിലും ഇതൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റും കേട്ടോ. അപ്പൊ അത് നിങ്ങൾ ആ ഒരു വിചാരത്തില് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിന്ന് എല്ലാ കാര്യവും മാനിഫെസ്റ്റ് ചെയ്യുകയും അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുകയൊക്കെ ചെയ്യണം. ചെയ്തെങ്കിലേ വരൂ, വെറുതെ ഇരുന്ന വരില്ല. 50 വയസ്സാകുമ്പോഴേ ഞാൻ പ്രായമായി, ഇനി എന്നെ കൊണ്ട് ഒന്നിനും പറ്റില്ല, ഇനി ഞാൻ മരിക്കാറായി, ഇനിയിപ്പോ എന്റെ അവസാന കാലമോ ഇനിയിപ്പോ ഒന്ന് മരിച്ചാൽ മതി, ഇനിയൊന്നും എന്നെ കൊണ്ട് ചെയ്യാൻ, എന്റെ പ്രായമായി എന്നൊക്കെ പറഞ്ഞിരിക്കുന്നവർക്ക് ഇതൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഈ പറഞ്ഞൊന്നും അങ്ങനെയുള്ളവർക്ക് ബാധകമല്ല കേട്ടോ. 50 വയസ്സല്ല, 55 അല്ല, 60 അല്ല, 65 ആയാലും ഇപ്പോഴും ഞാൻ നല്ല ചുറുചുറുക്ക് സ്ട്രോങ് ആണ്. ഇനിയും എന്താ പറയാ, ഒരുപാട് ദൂരം പോകാനുണ്ട്, ഒരുപാട് സ്വപ്നങ്ങൾ എനിക്ക് സാക്ഷാത്കരിക്കാനുണ്ട്, ഇനിയും എന്നെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുമെന്ന് ദൃഢനിശ്ചയത്തോടെ അല്ലെങ്കിൽ മനോധൈര്യത്തോടെ വിശ്വാസത്തോടെ
മുന്നോട്ടേക്ക് പോകുന്നവരോടാണ് ഞാൻ പറഞ്ഞ കേട്ടോ. അല്ലെങ്കിൽ ഇനി ഈ ഒരു 55 പ്രായമായെങ്കിലും നിങ്ങളുടെ മുന്നിൽ ഇനിയും ഒരുപാട് കടമകൾ ചെയ്ത് തീർക്കാനുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇനിയും മുന്നോട്ടേക്ക് പോകാനുള്ള ആ ഒരു ധൈര്യം തൻ്റെ ഉണ്ട്. എനിക്കിനി ഒരുപാട് കാര്യങ്ങൾ ഈ ഭൂമിയിൽ ചെയ്യാനുണ്ട്. ഒരുപാട് ഇനി എനിക്ക് ജീവിക്കാനുണ്ട്. എനിക്ക് ഇനി ആയുസ് വേണം. ഒരുപാട് കാര്യങ്ങൾ എൻ്റെ മുന്നിലുണ്ട്. ഞാൻ പോവാൻ തയ്യാറല്ല. എനിക്ക് പ്രായമായിട്ടില്ല. ഞാൻ ഇപ്പോഴും ചെറുപ്പമാണ്. അങ്ങനെയുള്ള ചിന്തകളിൽ നിങ്ങളുടെ ഡ്രീമിന് വേണ്ടി, ഇനി നിങ്ങൾക്ക് ചെയ്തു തീർക്കേണ്ട കടമകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സധൈര്യം മുന്നോട്ടേക്ക് പൊരുതി മുന്നേറുക. ഉറപ്പായിട്ട് നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും കേട്ടോ. ആർക്കും നിങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ യൂണിവേഴ്സിൽ വിശ്വസിക്കാം, നിങ്ങൾ വിളിക്കുന്ന ദൈവത്തിൽ ഉറച്ച് വിശ്വസിക്കുക എന്നുള്ളതേ ഉള്ളൂ. ആർക്കും നിങ്ങളെ തകർക്കാൻ കഴിയില്ല. നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചലിന്റെ സപ്പോർട്ടോടുകൂടി എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ കഴിയും. എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കാൻ കഴിയും കേട്ടോ. അങ്ങനെയൊക്കെ ഉള്ളവരോട് മാത്രമാണ് ഞാൻ ഈ റീഡിങ്ങുകൾ പറയുന്നത്. അല്ലാതെ എന്തിനും നെഗറ്റീവ് എനർജി കാണുന്ന, എന്തിനും നെഗറ്റീവ് കാണുന്ന വ്യക്തികളോടല്ല. അങ്ങനെയുള്ളവരോ ഇത് കേട്ടിട്ട് അതിന് നിങ്ങൾക്ക് എന്ത് തോന്നിയാലും എനിക്കൊന്നുമില്ല, ഞാൻ അങ്ങനെയുള്ളവരോടല്ല പറയുന്നത് കേട്ടോ. അപ്പോ ഞാനത് എങ്ങനെയുള്ളവരോടാ പറയുന്നത് കേൾക്കുന്നവർക്ക് മനസ്സിലാവും. അല്ലാതെ എന്തിലും ഒന്നാമത്തെ കാര്യം, സ്വന്തമായിട്ടൊന്നും ചെയ്യാതെ ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ അച്ഛനെ അമ്മയൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് മക്കളെ ഡിപ്പെൻഡ് ചെയ്തൊക്കെ ജീവിക്കുന്ന വ്യക്തികളോടല്ല, സ്വന്തമായിട്ട് ഏൺ ചെയ്ത് ജോലി ചെയ്ത് അധ്വാനിച്ച് മുന്നോട്ടേക്ക് പോയി ഓരോരോ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്ന വ്യക്തികളോടാണ് കൂടുതലായിട്ടും പറയുന്നത്. അല്ലാതെ മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്ന വ്യക്തികളോടല്ല. അങ്ങനെയുള്ളവർക്ക് ഇതൊക്കെ കേൾക്കുന്നത് ഒരു പക്ഷേ പുച്ഛമായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് ഇതൊക്കെ ഒരു രസമായിരിക്കാം. അങ്ങനെയുള്ളവരോടല്ല. ഒരുപാട് ഡ്രീം ഉള്ളവരോട്, ഒരുപാട് സ്വപ്നങ്ങളുള്ളവരോട്, ഒരുപാട് ആഗ്രഹമുള്ളവരോട്, അങ്ങനെയൊക്കെ ഉള്ളവരോടാണ്. ചില എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള വ്യക്തികളോട്. എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല, കുറെ വ്യക്തികൾ ഒരുപോലെ ആയിരിക്കും. പക്ഷെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള കുറെ പീപ്പിൾസ് ഉണ്ട്, എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ളവര്. അങ്ങനെയുള്ള വ്യക്തികൾക്കാണ് ഒരുപാട് പെയിൻ ഉള്ളത്. ദൈവം ഒരുപാട് പെയിൻ കൊടുക്കുന്നത്. കാരണം അവർ എക്സ്ട്രാ ഓർഡിനറികളാണ്. അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് ദൈവമായിട്ട് അവരെ തെരഞ്ഞെടുത്താണ്. എന്തെങ്കിലുമൊക്കെ അവർക്ക് ചെയ്യാനുണ്ടാവും. സാധാരണ മനുഷ്യർക്ക് ഉള്ള പോലെ ഉള്ളതല്ലാതെ എക്സ്ട്രാ ആയിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ചും കൂടെ ദൈവം വേറെ എന്തൊക്കെയോ അവരിലൂടെ ഈ ലോകത്തിന് വേണ്ടി ചെയ്യാനായിട്ട് അവരെ കൊണ്ട് ചെയ്യാൻ പറ്റും. മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവർക്ക് ചെയ്യാനുണ്ടാവും. അല്ലെങ്കിൽ കുറെ സമൂഹത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ നന്മകൾ അവർക്ക് ചെയ്യാനുണ്ടാവും. അങ്ങനെ കുറെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള വ്യക്തികളുണ്ടാവും. അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കുന്നതോടൊപ്പം സമൂഹത്തിനും അല്ല മറ്റുള്ള സഹജീവികൾക്കും വേണ്ടിയിട്ടും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാവും. അല്ലെങ്കിൽ അവർക്ക് ലഭിക്കുമ്പോൾ, എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ആ വ്യക്തികൾ അവർക്ക് ലഭിക്കുമ്പോൾ അത് മറ്റുള്ളവർക്കും കൂടെ പ്രയോജനകരമായി തീരും. അങ്ങനെയുള്ളവർക്ക് ദൈവം പ്രത്യേക അനുഗ്രഹങ്ങൾ കൊടുക്കും. അപ്പൊ അങ്ങനെയുള്ളവരോടാണ് പറഞ്ഞത് കേട്ടോ. അപ്പോ ഇത് നിങ്ങൾക്ക് മെനി ചോയ്സസ്, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്, ഒരുപാട് ചോയ്സസ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് തിരഞ്ഞെടുക്കാൻ പറഞ്ഞു. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഒരുപാട് ചോയ്സസ് നിങ്ങളുടെ മുൻപിൽ വരുന്നുണ്ട്. നിങ്ങളുടെ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷനിലേക്ക് നോക്കണം. നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നുന്നത് തിരഞ്ഞെടുക്കാൻ പറയുന്നുണ്ട് കേട്ടോ. ലവ് ലൈഫ്, ചിലർക്ക് വരുന്ന ഒരു ലവ് ലൈഫാണ് വരുന്നത്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് നിങ്ങളുടെ ലവ് ലൈഫ്. അതായത് നിങ്ങൾക്കൊരു പാർട്ട്ണറെ, നിങ്ങൾക്ക് സ്നേഹിക്കാൻ ഒരു വ്യക്തിയില്ല, നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങൾക്ക് കൂട്ടിനൊരു വ്യക്തി വേണമെങ്കിൽ നിങ്ങൾക്ക് അതാണ് ചിലവർക്ക് വരുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആരാണോ ഇത് ആഗ്രഹിക്കുന്ന അവർക്ക് അത് വരുന്നുണ്ട് കേട്ടോ. അതോടൊപ്പം നിങ്ങളുടെ മണി പ്രോബ്ലംസും എല്ലാം നീങ്ങാൻ പോകുന്നുണ്ട്. അതായത് എല്ലാ പ്രോബ്ലംസും, നിങ്ങളുടെ സാമ്പത്തിക പ്രോബ്ലംസ്, നിങ്ങളുടെ ലവ് ലൈഫിലെ പ്രോബ്ലംസ് എല്ലാം നീങ്ങാൻ പോകുന്നു. നിങ്ങളുടെ പാഷൻ നിങ്ങൾ എൻജോയ് ചെയ്യാൻ പോകുന്നു. നിങ്ങളുടെ പാഷൻ, നിങ്ങൾക്ക് എന്തെങ്കിലും പാഷൻ ഉണ്ടെങ്കിൽ അതിനെ എൻജോയ് ചെയ്യാൻ പോകുന്നു കേട്ടോ. നിങ്ങൾ സ്നേഹിക്കാൻ പോകുന്നു. അതായത് നിങ്ങൾ സ്നേഹിക്കപ്പെടാനും പോകുന്നു. നിങ്ങൾ സ്നേഹിക്കാൻ പോകുന്നു, അതോടൊപ്പം നിങ്ങൾ സ്നേഹിക്കപ്പെടാനും പോകുന്നു. ഒരു പാർട്ട്ണർഷിപ്പ് വരുന്നുണ്ട്. അതായത് ഒരു ലൈഫ് വേണ്ട ഒരു വ്യക്തി, അല്ലെങ്കിൽ സ്നേഹം വേണ്ട ഒരു വ്യക്തി നിങ്ങളെ തേടി വരുന്നു, നിങ്ങൾക്ക് സ്നേഹം തരാൻ, അതോടൊപ്പം നിങ്ങളാൽ സ്നേഹിക്കപ്പെടാൻ. അതായത് ആ വ്യക്തിക്ക് സ്നേഹം വേണം, ആ വ്യക്തി
സ്നേഹം തരാനും കൂടെ വേണം. ആ വ്യക്തിക്കും വേണം, അതായത് അയാൾക്കൊരു ലൈഫ് വേണം, അല്ലെ അവൾക്കൊരു ലൈഫ് വേണം, അവൾ മറ്റൊരാൾക്കൊരു ലൈഫ് കൊടുക്കാനും കൂടെയാണ് വരുന്നത്. പാർട്ട്ണർഷിപ്പ് രണ്ടുപേർക്കും വേണം. പരസ്പരം സ്നേഹിക്കപ്പെടാൻ തയ്യാറായിരിക്കുന്ന രണ്ട് വ്യക്തികൾ ഒന്നിച്ചു ചേരാൻ പോകുന്നുണ്ട്. അതായത് നിങ്ങളുടെ യഥാർത്ഥ ജോഡി, ഒരു ടിൻ ഫ്ലെയിം സോൾമേറ്റ് എന്നൊക്കെ പറയുന്ന ദൈവം കണക്റ്റഡ് ആക്കിയിരിക്കുന്ന യഥാർത്ഥ ജോഡി നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു. അങ്ങനെ ആരെങ്കിലും കാത്തിരിക്കുന്നവരുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു. അത് ദൈവം തരുന്ന ഒരു അനുഗ്രഹമാണ്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതാണെങ്കിൽ, അങ്ങനെ നിങ്ങൾക്കൊരു ഒരു ലവ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ലവ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് തിരികെ ലഭിക്കാൻ പോകുന്നു കേട്ടോ. ഹോം ബേസ്ഡ്, നിങ്ങൾക്ക് വീട് ആഗ്രഹിക്കുന്നവർക്ക് വീടാണ് ലഭിക്കാൻ പോകുന്നത്. നിങ്ങൾ സ്വന്തം വീട്ടിലേക്ക് താമസം മാറാൻ പോകണം. ഇപ്പം നിങ്ങൾ താമസിക്കുന്നത് ഒരുപക്ഷെ റെന്റ് ഹൗസ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പഴയ വീട്ടിൽ നിന്ന് നിങ്ങൾ പുതിയ വീട്ടിലേക്ക് താമസിക്കാൻ പോകണം, അല്ലെങ്കിൽ റെന്റ് ഹൗസിൽ നിന്ന് നിങ്ങൾ സ്വന്തം വീട്ടിലേക്ക് താമസിക്കാൻ പോകുന്നു. എന്തായാലും നിങ്ങൾക്ക് വീട് ലഭിക്കാൻ പോകുന്നു. വീട് ആഗ്രഹിക്കുന്നവർക്ക് വീട് ലഭിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങൾ വീട് പണി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു, നിങ്ങൾ വീട് വാങ്ങാൻ പോകുന്നു. എന്തായാലും ന്യൂ ഹോം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. അത് നിങ്ങൾക്ക് ഒരുപക്ഷെ വീട് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം, നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് നല്ലൊരു വീടായിട്ട്, നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു വീടായിട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം വീട് ജപ്തിയിലോ ഏതെങ്കിലും രീതിയിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തിരികെ ലഭിക്കാൻ പോകുന്നു എന്നാണ് ഇത് പറയുന്നത് കേട്ടോ. ഇവിടെ നിങ്ങളുടെ പവർ ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവ് ഉപയോഗിച്ച് തന്നെ നിങ്ങളുടെ ലൈഫിലെ നിങ്ങൾക്ക് വേണ്ടതിനെയൊക്കെ തിരികെ പിടിക്കാൻ പറ്റും. അതായത് നിങ്ങൾക്ക് അത്രയും പവർഫുൾ ആണ്. നിങ്ങളുടെ കഴിവ് ഉപയോഗിച്ച് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് വേണ്ടത് നിങ്ങളുടെ കരിയറിലോ ഫൈനാൻസിലോ ഒക്കെ വേണ്ട രീതിയിൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്നു. നിങ്ങളുടെ കരിയർ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്നു. അതോടൊപ്പം നിങ്ങളുടെ ഫൈനാൻസ് ലെവൽ വളരെയധികം നിങ്ങൾക്ക് കൂട്ടാൻ കഴിയുന്നു എന്നുള്ളതാണ്. അതിനനുസരിച്ചുള്ള പവർ, അധികാരം നിങ്ങൾക്കുണ്ട്. നിങ്ങൾ അത്രയധികം പവറും അധികാരവും ഉള്ള ഒരു വ്യക്തിയായി തീരാൻ പോകുന്നു. ഒരുപക്ഷെ ഗവൺമെന്റ് ജോലി, അല്ലെങ്കിൽ നല്ല മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ കഴിയുന്ന, മറ്റുള്ളവരെ അധീനതയിലാക്കാൻ കഴിയുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ജോബ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾ ഗവൺമെന്റ് ജോബ് ആകാം, ഏതെങ്കിലും വലിയ അതോറിറ്റി ആകാം, അല്ലെങ്കിൽ നിങ്ങൾ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയായി മാറാൻ പോകണം. വളരെ കഴിവുള്ള, അധികാരമുള്ള, വളരെയധികം പവർ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. ഒരുപക്ഷെ ഒരുപാട് ഫൈനാൻസ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നുണ്ടാവും. ആ രീതിയിൽ നിങ്ങൾ വളരെയധികം ഒരു എന്താ പറയുക, നല്ല പവർ ഉള്ള ഒരു വ്യക്തിയായി വന്നു. പണം എന്ന് പറയുന്ന ഒരു പവർ തന്നെയാണല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപക്ഷെ ഏതോ ഒരു രീതിയിൽ നിങ്ങൾക്ക് വളരെയധികം ഫൈനാൻസ് വരുന്നുണ്ട്. നിങ്ങളുടെ കരിയർ ലെവലിൽ വളരെയധികം ഉയർച്ച വരുന്നുണ്ട്. നിങ്ങൾ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി മാറുന്നുണ്ട്. അതായത് വളരെ ധനികനായി മാറാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾ വളരെയധികം നിങ്ങളുടെ കരിയറിലൂടെ നിങ്ങൾ വളരെയധികം ഉയർച്ചയിലെത്തി, നിങ്ങളുടെ ഒരു കിങ് ഓഫ് പെന്റിക്കിൾസ് എന്ന എനർജി, അതായത് ഒരു പവറൊക്കെ ലഭിക്കുന്ന ഇങ്ങനെ നല്ലധികം റിച്ച് ആണെങ്കിൽ, അല്ലെങ്കിൽ വളരെയധികം റിച്ച് ആണെങ്കിൽ ആ ഒരു പവർ നിങ്ങൾക്ക് ലഭിക്കും അല്ലെ. പണമാണല്ലോ എല്ലാവർക്കും എല്ലാ അധികാരം, പണമാണല്ലോ നമുക്ക് എല്ലാം തെരഞ്ഞെടുത്ത് തരുന്നത്. അപ്പൊ ആ ഒരു അധികാരത്തിൽ എത്തുന്നു. അതായത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട നിങ്ങളുടെ പഴയ ആ ഒരു റിച്ച് എനർജി, ആ ഒരു പണമൊക്കെ നിങ്ങൾക്ക് തിരികെ വരുന്നു. നിങ്ങളുടെ ആ ഒരു പണവും പ്രതാപവും ഒക്കെ തിരികെ ലഭിക്കാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത് കേട്ടോ. നിങ്ങളൊരു മാജിക്കൽ പവറുള്ള വ്യക്തിയായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യുന്ന വ്യക്തികളായിട്ട് കാണിക്കുന്നു. നിങ്ങളുടെ മനസ്സിനെ, അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന വ്യക്തികളാണ് നിങ്ങൾ. വളരെയധികം കഴിവുള്ളവരാണ്, പവർഫുൾ ആണ്, ഒരു മാജിക്കൽ പവർ ഉള്ള വ്യക്തിയാണ്, ഡിവൈൻ കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന വ്യക്തിയാണ്. നിങ്ങളുടെ ലൈഫിലേക്ക് എന്ത് വേണമോ അത് നേടിയെടുക്കാൻ കഴിയുന്ന വ്യക്തികളാണ്. ഒരു മാജിക്കൽ പവർ, ഒരു മാന്ത്രികനാണെന്ന് വേണം പറയാം. നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ്. അതായത് സാധാരണക്കാരനല്ല നിങ്ങൾ, ഒരു പ്രത്യേക കഴിവുള്ള വ്യക്തിയാണെന്നാണ് പറയുന്നത് കേട്ടോ. ഒരു ഡിവൈൻ കണക്റ്റഡ് ആണ് നിങ്ങൾ, ദൈവാനുഗ്രഹമുള്ള വ്യക്തിയാണ്. ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്. അതായത് ഒരു അദൃശ്യ ശക്തി നിങ്ങളുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തും നേടാൻ കഴിയും. മറ്റുള്ളവരെ ഹീല് ചെയ്യാൻ കഴിയും, മറ്റുള്ളവർക്ക് നന്മ പകർന്നു കൊടുക്കാൻ കഴിയും, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ കഴിയും, മറ്റുള്ളവരെ ഹീലാക്കാൻ കഴിയും, ഒരുപാട് പേരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും. അങ്ങനെ നല്ല മൈൻഡ് പവർ ഉള്ള വ്യക്തിയാണ്. അതായത് മറ്റുള്ളവർക്ക്, നിങ്ങൾക്ക് സ്വയം എന്താ പറയാ, നിങ്ങൾക്കൊരു മാന്ത്രിക ശക്തി ഉണ്ടെന്ന് വേണം പറയാം.
ഒരു മാതൃക ശക്തിയുള്ള വ്യക്തികളാണ്. മറ്റുള്ളവരെ ഹീൽ ചെയ്യാൻ കഴിവുള്ള വ്യക്തിയാണ്. നിങ്ങളുടെ ലൈഫിൽ എന്ത് വേണം അത് നേടിയെടുക്കാൻ കഴിവുള്ള വ്യക്തിയാണ്. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെയുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടെല്ലാം തിരികെ ലഭിക്കുമെന്നാണ് പറയുന്നത്. ഇതുപോലത്തെ ഒരു ആയതുകൊണ്ടാണ് ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് വീണ്ടും തിരികെ എത്താൻ പറ്റുന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് ദൈവം നിങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ടാണ്, ദൈവാനുഗ്രഹം ഉള്ളത് കൊണ്ടാണ് കേട്ടോ. അപ്പൊ ഇതാണ് ഇവിടുത്തെ റീഡിംഗ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. നിങ്ങളുടെ അനുഗ്രഹിക്കപ്പെട്ട നഷ്ടപ്പെട്ടു പോയ ദിനങ്ങളൊക്കെ തിരികെ ലഭിക്കാൻ പോവാണ്. അപ്പൊ നിങ്ങളുടെ ലൈഫിൽ നിന്ന് എന്തൊക്കെയാണ് നഷ്ടപ്പെട്ടതെന്ന് എനിക്കറിയില്ല. എന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ജോലിയാവാം, വിദേശത്ത് ആയിരുന്നിരിക്കാം, ഒരുപക്ഷെ വിദേശത്തും തിരികെ ജോലി നഷ്ടപ്പെട്ട് പോരേണ്ടി വന്നിട്ടുണ്ടാവാം. അപ്പോ എന്തായാലും നിങ്ങളുടെ വ്യക്തിയെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. വീട്, കാറ്, പണം, സ്വർണം എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. പക്ഷെ നഷ്ടപ്പെട്ട നിങ്ങളുടെ അനുഗ്രഹിക്കപ്പെട്ട ആ ദിനങ്ങളെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരാൻ പോവാണെന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. നിങ്ങൾ ആ ഒരു ദിനത്തിന് വേണ്ടി കാത്തിരിക്കുക. നിങ്ങളുടെ നഷ്ടങ്ങളെല്ലാം തിരികെ വരുന്നു. ആ ഒരു ദിനത്തിനായിട്ട് നിങ്ങൾ കാത്തിരിക്കണേ. ഇവിടെ ഇപ്പം ആൻസ്, സോഡ്സ്, പെന്റിക്കിൾസ്, കപ്സ് എല്ലാം ഉണ്ട്. അതായത് ഏരിയസ്, ലിയോ, സജിറ്റേറിയസ് ഫയർ സൈനും ഉണ്ട്. ജെമിനി, ലിബ്ര, അക്വേറിയസ് എയർ സൈൻ ഉണ്ട്. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ എർത്ത് സൈൻ ഉണ്ട്. ക്യാൻസർ, സ്കോർപിയോ, പൈസസ് വാട്ടർ സൈൻ ഉണ്ട്. അങ്ങനെ എല്ലാ സൈനും ഇവിടെയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് എല്ലാവർക്കും റെസനേറ്റ് ആണ്. കാരണം എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവുമോ. അങ്ങനെ നഷ്ടപ്പെട്ട വ്യക്തികൾക്കെല്ലാം നിങ്ങൾ നഷ്ടപ്പെട്ടതൊക്കെ ഒരിക്കലും എന്തായാലും തിരികെ വരും. നിങ്ങൾ ആഗ്രഹിച്ചാൽ തിരികെ വരും. ആർക്കായാലും നഷ്ടപ്പെട്ടതൊക്കെ ആഗ്രഹിച്ചാൽ അധികം തിരികെ വരും. നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം തിരികെ വരും കേട്ടോ. അപ്പൊ ഇതാണ് എനിക്ക് ഇന്നത്തെ റീഡിങ്. നിങ്ങളുടെ അനുഗ്രഹിക്കപ്പെട്ട ദിനങ്ങളെല്ലാം തിരികെ വരാൻ പോവാണ്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ 100 ഇരട്ടിയായിട്ട് തിരികെ വരാൻ പോവുകയാണ് കേട്ടോ. നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുക, ഉറപ്പായിട്ട് തിരികെ വരും. അപ്പോൾ എന്റെ പ്രാർത്ഥനയും നിങ്ങൾക്കുണ്ടാവും. ദൈവം നിങ്ങളെ ഒരുപാട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.